കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദക്ക് വേണ്ടിയിട്ട് വീട്ടുകാർ കല്യാണാലോചനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സുനന്ദയുടെ മനസ്സിൽ സുഭാഷിനോടുള്ള ഇഷ്ടം മാത്രമാണുള്ളത്. പിന്നീട് സുനന്ദയുടെ അച്ഛൻ വേറൊരു ആലോചനയുമായി വന്നപ്പോൾ സുനന്ദക്കത് സഹിക്കാനായില്ല. അവൾ തനിക്ക് സുഭാഷിനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞപ്പോൾ സുനന്ദയുടെ അച്ഛന് തീരെ അങ്ങ് സഹിച്ചില്ല. അയാൾ നേരെ സുഭാഷിനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു. സുഭാഷ് തന്റെ മോളോട് മോശമായി പെരുമാറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, സുഭാഷിന്റെ അടുത്ത് വന്ന് അയാൾ വളരെ മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു. സുനന്ദയുടെ അച്ഛൻ സുഭാഷിന്റെ വീട്ടിൽ കയറി തല്ലുവരെ ഉണ്ടാക്കി. ഇതൊക്കെ കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇതിന്റെ പേരിൽ സുധീഷും ഹരീഷും വെറുതെ ഇരിക്കില്ലല്ലോ. അവരും തിരിച്ചു പ്രതികരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആകെ തല്ലായി. ഒടുവിൽ പോലീസ് അന്വേഷണത്തിനായി വരികയാണ്. സുനന്ദയുടെ അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചുറപ്പിച്ച പ്രതികാരമായിരുന്നു അത്. അങ്ങനെ സുഭാഷിനെയും സുധീഷിനെയും എന്തിന്, പാവം നികേഷിനെ പോലും പോലീസ് പിടിച്ചുകൊണ്ടു പോവാണ്. സുഭാഷ് മോശമായി പെരുമാറിയെന്നും വീട് കയറി ആക്രമിച്ചുവെന്നും പറഞ്ഞ് ഇല്ലാത്ത പരാതിക്കാണ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയിരിക്കുന്നത്. അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടമായി. സുഭാഷേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഭാസ്കരന് സഹിച്ചില്ല. അയാൾ നേരെ തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതായത് ഗംഗാധരന്റെ അടുത്തേക്ക് വന്നു. അവിടെ ചെന്നിട്ട് അവരോട് കണക്കിന് ചോദിക്കുന്നുണ്ട്. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. നിന്റെ മോളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്, എന്നിട്ടിപ്പോൾ എൻ്റെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭാസ്കരൻ വലിയ ഒച്ചപ്പാടുണ്ടാക്കാണ്. ആ ബഹളത്തിനിടയിലേക്കാണ് നിധി കടന്നു വരുന്നത്. അവൾ സുനന്ദയുടെ അമ്മയോട് വളരെ പക്വതയോടുകൂടെ സംസാരിക്കാൻ ശ്രമിച്ചു. ആന്റി, വെറുതെ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. സുഭാഷേട്ടൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യുന്നവനല്ല എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. സുഭാഷേട്ടൻ ഇന്ന് വരെ സുനന്ദയോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്നൊക്കെ നിധി പറഞ്ഞു നോക്കി. പക്ഷേ അതൊന്നും കേൾക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. നീയൊക്കെ കൂടുതൽ കിടന്ന് കളിക്കൊന്നും വേണ്ട. നീ വലിയ വീട്ടിലെ പെണ്ണാണെന്നല്ലേ പറഞ്ഞത്? ഒളിച്ചോടി വന്നവളല്ലേടി നീ എന്നൊക്കെ പറഞ്ഞ് എന്തിനാടി ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോളെയും കൂടി ആ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനായിരിക്കും നിന്റെയൊക്കെ ഭാവം. അതൊന്നും ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നിധിയെ വളരെയധികം അപമാനിച്ചു വിട്ടു. ഇതെല്ലാം കേട്ടപ്പോൾ നിധിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സുനന്ദ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഭാസ്കരന് ദേഷ്യം വന്നു. അയാളും വിട്ടുകൊടുക്കാതെ ഒന്നും രണ്ടും തിരക്കിക്കാണ്. ആ ബഹളത്തിനിടയിൽ ആരും കാണാതെ നിധി പതുക്കെ സുനന്ദയുടെ മുറിയിലെ ജനാലിന്റെ ഭാഗത്തേക്ക് നീങ്ങി. ജനലിനപ്പുറം നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സുനന്ദ. നിധി സുനന്ദയോട് പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. സുനന്ദ, നീ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സത്യം പറയണം. എങ്ങനെയെങ്കിലും അവരെ നീ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കണം. നീ വന്ന് ഇതൊരു കള്ളപ്പരാതിയാണെന്ന് പറയാതെ ഒരു കാരണവശാലും അവർക്ക് അവിടെ നിന്നും ഇറങ്ങാൻ പറ്റില്ല. ഇത് കേട്ട് സുനന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കിവിടെ നിന്നും ഇറങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല ചേച്ചി. ഞാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരിക്കലും സുഭാഷേട്ടൻ എന്നോട് ഇതുവരെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ അത് ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നിധി അവളോട് പറഞ്ഞു. നീ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണം. നിരപരാധിയായ നികേഷ് വരെയാണ് ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നത്. ഇതൊരു പെണ്ണ് കേസാണ്. ഇതിനെതിരെ നീ പ്രതികരിച്ചില്ല എങ്കിൽ അവർക്ക് പണി കിട്ടും. അവർ ജയിലിലായിരിക്കുകയും ചെയ്യും. സുനന്ദ നിസ്സഹായയായി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുനന്ദ കരഞ്ഞു. ഒടുവിൽ നിധി സുനന്ദയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. താൻ ചിലപ്പോൾ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കും. അപ്പോൾ നീ എന്തായാലും കോൾ എടുക്കണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുനന്ദയുടെ അമ്മയുടെ ഒച്ച കേട്ട് നിധി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി. അവിടെ ഇനിയും നിൽക്കുന്നത് പന്തികേടാണെന്ന് അവൾക്കറിയാം. സുനന്ദയെ കൂട്ടിക്കൊണ്ടുപോവാനും പറ്റില്ലല്ലോ. പിന്നീട് നിധി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ സുഭാഷിനെയും സുധീഷിനെയും നികേഷിനെയൊക്കെ ഒരു ബെഞ്ചിലിരുത്തിയിരിക്കുന്നത് കണ്ടു. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിധി നേരെ പോലീസിന്റെ അടുത്തേക്ക് ചെന്നു. സാറേ, ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചു. നീ ആരാടി എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അല്ല, ഇവിടെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിധി പറഞ്ഞു. അത് ശരിയായിക്കോട്ടെ, താൻ ആരാണെന്ന് പറ എന്ന് പോലീസുകാരൻ കടുപ്പിച്ച് ചോദിച്ചു. ഒടുവിൽ നിധിക്കത് പറയേണ്ടി വന്നു. ഞാൻ സുധീഷിന്റെ ഭാര്യയാണെന്ന്. അത് കേട്ടപ്പോൾ പോലീസുകാരൻ പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. നിധി വിട്ടുകൊടുത്തില്ല. സാറേ, ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഇങ്ങനെ നടപടിയെടുക്കരുത്. ആ പെൺകുട്ടിയോട് ചോദിച്ചോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തണമല്ലോ. അതൊന്നും ചെയ്യാതെ ഇവർക്കെതിരെ കേസെടുക്കരുത്.
സത്യാവസ്ഥ അതൊന്നുമല്ല. സുഭാഷേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സുനന്ദ എപ്പോഴും അങ്ങോട്ടേക്ക് വരികയാണ് പതിവ്. സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് പോവാറില്ല. പക്ഷേ പോലീസുകാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല, ഇത് പെണ്ണ് കേസാണ്. നിധി കെഞ്ചുന്ന പോലെ പറഞ്ഞു നോക്കി. സാറേ, സാർ ഒരു വട്ടമെങ്കിലും അവിടെ ഒന്ന് പോയി നോക്ക്. അവിടെ ചെന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിക്ക്. ആ വീടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇതിനെപ്പറ്റിയിട്ട് നല്ല വാക്ക് പോലും പറയില്ല. നിധിയുടെ സംസാരം കേട്ട് സുഭാഷും മറ്റുള്ളവർക്കും സങ്കടമായി. സുഭാഷ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, എൻ്റെ അനുജന്മാരും തെറ്റുകാരല്ല. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ അവിടെ വീട് കയറി ആക്രമിച്ചില്ലേ? അവരെ നിങ്ങൾ അടിക്കുകയൊക്കെ ചെയ്തില്ലേ? സുധീഷ് പറഞ്ഞു, അടിച്ചതിന് കാരണമുണ്ട്. ഞങ്ങളുടെ ചേട്ടനെ ആദ്യം അവർ തല്ലി, അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു തല്ലിയത് എന്ന് പറഞ്ഞു. നിധി വീണ്ടും ഇടപെട്ടു, സാറേ, ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ നിരപരാധികളായ സാറുമാരെ അകത്ത് പിടിച്ചിടാൻ പോകുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ സുനന്ദയെ ഫോൺ വിളിക്കാം. സർ, അവളോട് നേരിട്ടൊന്ന് സംസാരിക്കാമോ? അങ്ങനെ പോലീസുകാരനോട് സംസാരിച്ചതിന് ശേഷം നിധി ഫോണുമായി പുറത്തേക്ക് വന്നു. ഈ സമയത്ത് തന്നെ സുനന്ദയുടെ വീട്ടിൽ അവളുടെ അമ്മ വന്ന് പെണ്ണ് കാണലിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അവളെങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചെക്കൻ കൂട്ടുകാർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എനിക്ക് പറ്റില്ലമ്മേ എന്ന് സുനന്ദ പറഞ്ഞപ്പോൾ, നിന്നോടാ പറഞ്ഞത് മര്യാദക്ക് റെഡിയാവാനായിട്ട്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ ഭീഷണിപ്പെടുത്തി പോയി. ഗത്യന്തരമില്ലാതെ സുനന്ദ വെറുതെ ഒരു സാരിയൊക്കെ ചുറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഫോണ് ബെല്ലടിക്കുന്നത്. നിധി ആയിരിക്കട്ടോ വിളിക്കുന്നത്. നിധി ചോദിച്ചു, സുനന്ദ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ ഇവിടെ വന്ന് പോലീസുകാരനോട് സംസാരിക്കണം. സുനന്ദ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല ചേച്ചി, ചേച്ചിക്കറിയാലോ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്നെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുനന്ദയുടെ കരച്ചിൽ കേട്ട് നിധി ഒരു ഉപായം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ വന്ന് അടുത്ത് നിന്നിട്ട് വീഡിയോ കോൾ വിളിക്കാം. അപ്പോൾ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഉള്ള സത്യാവസ്ഥ നീ തുറന്നു പറയണം. സുനന്ദ അതിന് സമ്മതിച്ചു. നിധി സന്തോഷത്തോടു കൂടെ അകത്തേക്ക് പോയി പോലീസുകാരോട് പറഞ്ഞു, സാറേ, ഇപ്പൊ സുനന്ദയെ വീഡിയോ കോൾ വിളിക്കും, അപ്പോൾ സാറിന് കാര്യമെല്ലാം മനസ്സിലാവുമല്ലോ. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചു. പക്ഷേ കോൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സുനന്ദയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. എടി, നീ ഇത് എവിടെയാണ്? നീ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ലമ്മേ എന്ന് സുനന്ദ പരിങ്ങി. ഫോണ് ബെല്ലടിക്കുന്നത് കണ്ട്, ആരാടി നിന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ സുനന്ദയുടെ അമ്മങ്ങ് പിടിച്ചു വാങ്ങാണ്. ഓ, ഇവളാണോ? ഇവൾ എന്തിനാണ് നിന്നെ വിളിക്കുന്നത്? നിധിയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നു. ഓഹോ, അപ്പോ ഇവൾ നിന്നെ വിളിക്കാറുണ്ടല്ലേ? എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് പണി തരാനാണ് നോക്കുന്നത്. ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ, ഇനി ഒരുത്തിയും വിളിച്ച് സംസാരിക്കണ്ട. ദേ, നിന്നെ പെണ്ണ് കാണാൻ ചെക്കനും കൂട്ടരും വരാറായി. മര്യാദക്ക് മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞ് അമ്മ ആ ഫോണും വാങ്ങിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ നിധിയോട് പറഞ്ഞു. വിളിച്ചിട്ട് അവർ ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ. നിധി പറഞ്ഞു, സാറേ, ചിലപ്പോൾ ഫോൺ വാങ്ങിച്ചു വെച്ചതായിരിക്കോ എന്നൊന്നും അറിയില്ല. സർ ഒരു വട്ടം കൂടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അവൾ വീട്ടു തടങ്കലിലായിരിക്കും. സർ എൻ്റെ കൂടെ ഒന്ന് വരണം, ഞാനും വരാം. പോലീസുകാരൻ ആദ്യം വിസമ്മതിച്ചു. അതൊന്നും പറ്റില്ല, അവർ പരാതി തന്നതല്ലേ, നിധി വിടാൻ ഭാവമില്ലായിരുന്നു. അവരുടെ മൊഴിയൊന്ന് പോയി രേഖപ്പെടുത്തിയിട്ട് സാർ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിധി അവരുടെ കാല് പിടിക്കുന്നത് പോലെ അപേക്ഷിച്ചു. ഇതെല്ലാം കണ്ടുകൊടുത്തിനെ സുധീഷും സുഭാഷും നികേഷൊക്കെ നിസ്സഹായായി ഇരിക്കുകയായിരുന്നു. നിധി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഒടുവിൽ പോലീസുകാരൻ വരാൻ സമ്മതിച്ചു. അങ്ങനെ പോലീസിനെയും കൂട്ടി നിധി നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ചെന്നു. അവരെ കണ്ടതോടുകൂടത്തിനെ ഗംഗാധരനും സുനന്ദയുടെ അമ്മയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വലിയൊരു പണിയാണല്ലോ, ദേ ഇവളും ഉണ്ടോ കൂടെ എന്ന് ഗംഗാധരൻ പിറുപിറുത്തു. പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളുടെ മകൾ എവിടെയെന്ന്? മോളകത്തിന്റെ സാറേ, ഭയങ്കര വിഷമത്തിലാണ്. അവളെ കാണാൻ ഇന്ന് ചെക്കൻ കൂട്ടർ വരുന്നുണ്ട്. സുഭാഷ് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ അവൾക്ക് വലിയ സങ്കടമാണ് എന്ന് ഗംഗാധരൻ കള്ളം പറഞ്ഞു. ഞങ്ങൾക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പോലീസുകാർ പറയാണ്. സംസാരിക്കാനൊന്നുമില്ല സാറേ, സത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്ന് ഗംഗാധരൻ തടയാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മൊഴി എടുത്തിട്ടില്ലല്ലോ, അത് എടുക്കണമെന്ന് പോലീസുകാരൻ നിർബന്ധം പിടിച്ചു. ഗംഗാധരൻ ആ സമയത്ത് തന്നെ ആകെ വിയർത്ത് നിൽക്കാണ്. എന്താ സാറേ ഇങ്ങനെയൊക്കെ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഉണ്ട്, മൊഴി എടുക്കണമെന്ന് പോലീസുകാരൻ തീർത്തും പറഞ്ഞു. ഒടുവിൽ സുനന്ദയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അമ്മ മുറിയിൽ ചെന്ന് കൊടുത്തിന് സുനന്ദയോട് പറയുന്നത്, ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മര്യാദക്ക് അവരുടെ മുന്നിൽ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. പിന്നെ ഞങ്ങളുടെ ജീവൻ പോലും നീ കാണില്ല. നിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങ് തൂങ്ങിച്ചാവും, കെട്ടി തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞ് സുനന്ദയെ ഭീഷണിപ്പെടുത്താണ്. സുനന്ദ ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നു. ഈ സമയത്ത് പോലീസുകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നിധി നേരത്തെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം കേൾപ്പിച്ചു കൊടുത്തു. അതിൽ സുനന്ദ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എന്നെ എവിടെ നിന്നും വിടുന്നില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെന്നെ കൊല്ലുമെന്നൊക്കെ. അത് കേട്ടപ്പോൾ പോലീസുകാരനെ പിടികിട്ടി. നിധിയെയും കൂട്ടി സുനന്ദയും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. പോലീസുകാരൻ സുനന്ദയോട് ചോദിച്ചു, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ?
സുഭാഷ് നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? സുനന്ദയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു നിന്നു. സാറേ, അവൾ ആകപ്പാടെ മാനസികമായി തകർന്നിരിക്കുകയാണ്, അവളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് സുനന്ദയുടെ അമ്മ ഇടപെട്ടു. നിങ്ങൾ അവിടെ മിണ്ടാതിരിക്ക്, ഞാൻ മോളോടാണ് ചോദിച്ചത് എന്ന് പോലീസ് അവരെ വിലക്കി. അപ്പോഴും സുനന്ദ മിണ്ടുന്നില്ല. അന്നേരം നിധി പറഞ്ഞു, സുനന്ദ, നീ സത്യാവസ്ഥ മാത്രമേ പറയാവുള്ളൂ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് എൻ്റെ മുന്നിൽ നീ ഒളിക്കാനൊന്നും ശ്രമിക്കേണ്ട. നിധിയുടെ വാക്ക് കേട്ടപ്പോൾ സുനന്ദയ്ക്കൊരു ധൈര്യം വന്നു. അവൾ സത്യം തുറന്നു പറഞ്ഞു. സുഭാഷേട്ടൻ ഒരിക്കലും എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല സാറേ. അത് കേട്ടപ്പോൾ ഗംഗാധരന്റെയും ഭാര്യയുടെയും മുഖത്ത് അരി ഏറ്റതുപോലെയായി. പോലീസ് ഗംഗാധരനോട് കയർത്തു. നിങ്ങളല്ലേ പരാതി കൊടുത്തത്, സ്റ്റേഷനിലേക്ക് വരാൻ പറ. അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് സുധീഷിനോടും സുഭാഷിനോടും സൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് ഗംഗാധരനോട് പോലീസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളപ്പരാതി തന്നത്? അവൻ എന്നെ വീട്ടിലേക്ക് കയറി തല്ലിയെന്ന് ഗംഗാധരൻ ന്യായീകരിച്ചു. തല്ലിയെങ്കിൽ തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. അതിന് മോളോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാണോ കേസ് കൊടുക്കേണ്ടത്? നിന്നെ പോലുള്ളവരെയൊക്കെ പിടിച്ചിട്ട് അകത്തിടണമെന്ന് പറഞ്ഞ് പോലീസ് ഗംഗാധരനെ കണക്കിനങ്ങ് ചീത്ത പറഞ്ഞു. നാണം കെട്ട് ഗംഗാധരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒടുവിൽ നിധി എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. നിധിയാണ് തങ്ങളെ രക്ഷിച്ചത് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടായി. അന്ന് വൈകുന്നേരം അത്താഴം കഴിക്കുന്ന സമയത്തിന് സുഭാഷ് പറഞ്ഞു, ഒരു പക്ഷേ നിധി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് കാലം ജയിലിൽ തന്നെ ആയേനെ. സുധീഷിനും അത് കേട്ടപ്പോൾ വലിയ സന്തോഷവും അഭിമാനവും തോന്നി. പിന്നീട് സാന്ദ്ര വിളിച്ച് നിധിയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയെയും കൊണ്ട് സുധീഷ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഞാൻ വരുന്നില്ല, ഞാൻ വണ്ടിയുടെ അടുത്ത് നിന്നോളാമെന്ന് സുധീഷ് പറഞ്ഞ് മാറി നിന്നു. നിധിയും സാന്ദ്രയും കോഫി കുടുക്കുന്നതിൽ തന്നെ സാന്ദ്ര ചോദിച്ചു, നീ ശരിക്കും അവനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന്? നിധി ഞെട്ടിപ്പോയി. പിന്നെ അവൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. വിവാഹം രജിസ്റ്റർ ചെയ്തതായിരുന്നോ എന്ന് സാന്ദ്ര ചോദിച്ചു. ചെയ്തു എന്ന് നിധി മറുപടി നൽകി. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കൊടുക്കണം. ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ പണിയാണ്. ചുമ്മാ താലി കെട്ടിയതുപോലെ രജിസ്റ്റർ ചെയ്താൽ നിയമപരമായ സാധ്യതയുണ്ട്. നിനക്കിഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വേർപിരിയണമെന്ന് സാന്ദ്ര ഉപദേശിച്ചു. അന്ന് രാത്രി നിധയ്ക്ക് ഉറക്കം പോലും വന്നില്ല. അവൾ സുധീഷിനെ വിളിച്ചു നിർത്തി. ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണം. സുധീഷിന് അത് വലിയൊരു ഞെട്ടലായിരുന്നു. ദൈവമേ, ഡിവോഴ്സോ? എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയില്ല. പിറ്റേ ദിവസം വക്കീലിനെ കാണാൻ പോകാമെന്ന് നിധി നിർബന്ധം പിടിച്ചു. അങ്ങനെ വക്കീലിന്റെ അടുത്തേക്കെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 മാസമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, ഇത്ര പെട്ടെന്നെന്താ എന്ന് വക്കീല് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് നിധി തീർത്തും പറഞ്ഞു. സുധീഷിനെ സംസാരിക്കാൻ പോലും അവൾ സമ്മതിച്ചില്ല. വക്കീലിന് മനസ്സിലായി സുധീഷിന് ഡിവോഴ്സിന് താല്പര്യമില്ല എന്ന്. ഒരു കൗൺസിലിംഗ് നടത്തിയാലോ എന്ന് വക്കീല് ചോദിച്ചുവെങ്കിലും നിധി സമ്മതിച്ചില്ല. ഒടുവിൽ വക്കീല് പറഞ്ഞു, ശരി, കേസ് ഫയൽ ചെയ്യാം, പക്ഷേ മ്യൂച്വൽ പെറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വേണം. ഇത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി. അവൻ തന്റെ ആധാർ കാർഡ് എടുത്തു കൊടുത്തു. പക്ഷേ നിധി പെട്ടുപോയി. എനിക്ക് ആധാർ കാർഡ് ഇല്ല എന്ന് അവൾ പറഞ്ഞു. ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെയാ രജിസ്റ്റർ മാരേജ് നടത്തിയത്? വക്കീൽ സംശയത്തോട് ചോദിച്ചു. ആധാർ കാർഡ് വേണോ സർ എന്ന് നിധി നിഷ്കളങ്കമായി ചോദിച്ചു. സുധീഷ് ആകെ ടെൻഷൻ അടിച്ചു. ദൈവമേ, എന്റെ കള്ളത്തരം പിടികൂടുമോ? എന്റെ ഫോണിൽ അവളുടെ ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ കാര്യങ്ങളൊക്കെ നടത്തിയത്. അതെങ്ങാനും ഇവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പണികളും പാളും. ഒടുവിൽ ആധാർ കാർഡുമായി വരാൻ പറഞ്ഞ് വക്കീൽ അവരവിടെ നിന്നും മടക്കി അയച്ചു. നിധി ആകെ വിഷമിച്ചുകൊണ്ടായിരിക്കും മടങ്ങി വരുന്നത്. എന്നാൽ സുധീഷ് ചിന്തിക്കുന്നത് എങ്ങനെ തന്റെ കള്ളത്തരം പിടിക്കപ്പെടാതെ നോക്കണമെന്നതിനെക്കുറിച്ച് മാത്രമാണ്. മാത്രവുമല്ല, ഇവൾ ഈ വീട്ടിൽ നിന്ന് പോവാനും പാടില്ല. അതിന് എന്തെങ്കിലും ഒരു വഴി ഉടനെ തന്നെ കണ്ടേ തീരൂ. അങ്ങനെ വക്കീലിന്റെ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി നിധിയുടെ മുഖത്ത് ആകപ്പാട സംശയത്തിന്റെ നിഴലായിരുന്നു. കാറിലിരുന്ന് തിരികെ വരുമ്പോൾ അവൾ സുധീഷിനെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. സുധീഷ് ആണെങ്കിൽ വണ്ടി ഓടിക്കുന്നതിലും ഇടം കണ്ടിട്ട് നിധിയെ നോക്കുന്നുണ്ട്. നെഞ്ചെടുപ്പ് കൂടി കൂടി വരികയാണ്. എടി, നീ എന്താ ആലോചിക്കുന്നത്? സുധീഷ് പതുക്കെ ചോദിച്ചു. അല്ല സുധീഷേട്ടാ, ആ വക്കീല് പറഞ്ഞത് സത്യമല്ലേ? എന്റെ ആധാർ കാർഡില്ലാതെ ഒപ്പില്ലാതെ പിന്നെ എങ്ങനെയാ വിവാഹം രജിസ്റ്റർ ചെയ്തത്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. നിധിയുടെ ചോദ്യം കേട്ട് സുധീഷ് ഒന്ന് ഞെട്ടി. അതൊക്കെ പിന്നെ അന്ന് നിന്റെ കോളേജിലെ സർട്ടിഫിക്കറ്റ് കോപ്പിയോ മറ്റോ വെച്ചായിരിക്കും അവർ ചെയ്തത്. വക്കീലന്മാർക്ക് എന്തു ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഒപ്പിക്കാൻ നോക്കി. പക്ഷേ നിധിക്ക് അതത്ര വിശ്വാസമില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ നിധി നേരെ മുറിയിലേക്ക് പോയി. സുധീഷ് നേരെ ചെന്നത് സുഭാഷിന്റെയും നികേഷിന്റെയും അടുത്തേക്കാണ്. സുഭാഷിനോട് പറയുന്നുണ്ട്, ഏട്ടാ, പണി പാളും മിക്കവാറും. അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എന്റെ ഫോണിൽ അവളുടെ ആധാർ കാർഡിന്റെ കോപ്പി കിടക്കുന്നുണ്ട് എന്ന കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. സുധീഷ് തലയിൽ കൈവച്ചു. സുഭാഷ് പറയുന്നത്, നീ പേടിക്കാതിരിക്ക്. സത്യം പറഞ്ഞാൽ അവൾക്ക് എല്ലാം മനസ്സിലാവും. നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അവളോട് തുറന്നു പറ. പക്ഷേ സുധീഷിന് അതിനുള്ള ധൈര്യമില്ലായിരുന്നു.
അന്ന് രാത്രി സുധീഷ് കുളിക്കാൻ കയറിയ സമയത്ത് അവൻ്റെ ഫോൺ ബാത്റൂമിലെ മേശപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു മെസ്സേജ് വന്ന് ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞു. നിധി വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഗാലറിയിൽ എന്തോ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. മൈ ലൈഫ് എന്നൊരു ഫോൾഡർ അതിൽ കണ്ടു. ആകാംക്ഷയോടെ അവൾ അത് തുറന്നു നോക്കി. അത് തുറന്ന നിധി ഞെട്ടിപ്പോയി. അതിൽ നിറയെ നിധിയുടെ ഫോട്ടോസ് മാത്രമായിരുന്നു. സുധീഷ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ചില ചിത്രങ്ങൾ. കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി അവളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ ആ ഒരു ഫോട്ടോസും എല്ലാം തന്നെ സുധീഷിന്റെ ഫോണിലുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നിധിയുടെ കൈകൾ വിറച്ചു. ഇതെല്ലാം പ്ലാൻ ചെയ്തതാണല്ലേ? എന്റെ അനുവാദമില്ലാതെ അവൻ എന്നെ ചതിച്ചതാണല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുളി കഴിഞ്ഞ് പുറത്തേക്കെത്തിയ സുധീഷ് കാണുന്നത് ഫോണും പിടിച്ച് കണ്ണീരോടെ നോക്കി നിൽക്കുന്ന നിധിയാണ്. നിധി! സുധീഷ് വിളിക്കാൻ തുടങ്ങിയതും അവൾ പൊട്ടിത്തെറിച്ചു. മിണ്ടിപ്പോവരുത്, തൊട്ടുപോവരുത് എന്നെ. സ്നേഹമാണെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇങ്ങനൊരു ചതിയിലൂടെയായിരുന്നോ? എൻ്റെ ആധാർ കാർഡ് മോഷ്ടിച്ച് എൻ്റെ ഒപ്പും കള്ളൊപ്പിട്ടിട്ട് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നിധി അങ്ങ് പൊട്ടിത്തെറിക്കാണ്. സുധീഷ് അവളുടെ കാലിൽ വീണുകൊണ്ട് തന്നെ പറയുന്നത്, ചതിക്കാനല്ല നിധി, സത്യമായിട്ട് ഞാൻ നിന്നെ ചതിച്ചതല്ല. നിന്നെ നഷ്ടപ്പെടുമോ എന്ന് പേടിയായിരുന്നു എനിക്ക്. നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നെ അത്രക്കധികം ഇഷ്ടമാണ്. നിന്റെ വീട്ടുകാർ നിന്നെ വേറെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാനായില്ല. നിയമപരമായി നീ എൻ്റെ ഭാര്യയാണെങ്കിൽ ആർക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിത് ചെയ്തത്. മാപ്പ് നിധി, നീ എന്നോട് പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. പക്ഷേ എന്നെ ഇട്ടിട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരയാൻ തുടങ്ങി. ആണുങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ലാത്ത നിധിക്ക് സുധീഷിന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അറിഞ്ഞില്ലായിരുന്നു ഇത്രയധികം സുധീഷ് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ആ ഒരു സ്നേഹമൊന്നും തന്നെ നിധിക്ക് വേണ്ടായിരുന്നു. ഇതേ സമയത്താണ് പുറത്തൊരു വലിയ ബഹളം കേൾക്കുന്നത്. സുനന്ദയും സുഭാഷും ഓടിക്കതിച്ച് മുറ്റത്തേക്ക് വരുന്നു. പിന്നാലെ വടിയുമായി ഗംഗാധരനും നാട്ടുകാരുമുണ്ട്. ഇറങ്ങി വാടാ, എൻ്റെ മോളെ കിടത്തിക്കൊണ്ടുവന്നിട്ട് അകത്തിരിക്കാണോ? ഗംഗാധരൻ അലറിക്കൊണ്ട് പറഞ്ഞു. നിധിയും സുധീഷും പുറത്തേക്കോടി. സുഭാഷ് സുനന്ദയെ ചേർത്ത് പിടിച്ച് നിൽക്കാണ്. ഞങ്ങൾക്കിനി പിരിയാൻ പറ്റില്ല, മിക്കവാറും ഒരുമിച്ച് തന്നെ ഞങ്ങൾ മരിക്കുമെന്ന് സുഭാഷ് വിളിച്ചു പറഞ്ഞു. ഗംഗാധരൻ അടിക്കാനോങ്ങിയതും നിധി ഇടയിൽ കയറി. നിർത്തുന്നുണ്ടോ നിങ്ങൾ? സ്നേഹിക്കുന്നവരെ പിരിക്കാൻ നോക്കിയാൽ പിന്നെ വിവരമറിയും. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ അവൾക്ക് അവകാശമില്ലേ? ഇനിയും നിങ്ങൾ ഇവിടെ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ പോലീസ് വന്ന വഴിക്ക് തന്നെ വീണ്ടും വരും. പിന്നെ ഇറങ്ങിപ്പോരാനൊക്കെ പാടായിരിക്കും. നിധിയുടെ ആ ഒരു ഭാവം കണ്ട് ഗംഗാധരനൊന്ന് പകച്ചു. സുധീഷ് നിധിയുടെ വശത്തേക്ക് ചേർന്ന് നിന്നു. എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഴയ സുധീഷായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവനും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ഗംഗാധരൻ അവിടെ നിന്നും പിരിഞ്ഞുപോയി. എല്ലാം ശാന്തമായപ്പോൾ സുനന്ദ നിധിയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട്, ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവനോടെ കാണില്ലായിരുന്നു. ചേച്ചിയാണ് ഞങ്ങളുടെ ശക്തി, സുനന്ദ പറഞ്ഞു. സുഭാഷ് നന്ദിയോടുകൂടെ തന്നെ നിധിയെ നോക്കി. അപ്പോൾ സുധീഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിധി, നിനക്ക് പോവണമെങ്കിൽ പോവാ. ഞാനായിട്ട് നിന്നെ ഒരിക്കലും തടയില്ല. നാളെ തന്നെ നമുക്ക് വക്കീലിനെ കണ്ടിട്ട് ഡിവോഴ്സ് ചെയ്യാം. കാര്യങ്ങളൊക്കെ നീക്കാം. നിന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കാനൊന്നും എനിക്ക് വയ്യ. സുധീഷ് തലകുനിച്ച് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. നിധി ഒരു നിമിഷം അതിനെപ്പറ്റി ആലോചിച്ചു. തന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ്, തന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന സുഭാഷേട്ടൻ, ഇത്രയുമൊക്കെ സ്നേഹം കിട്ടുന്ന ഒരു വീട് ഉപേക്ഷിച്ചുകൊണ്ട് താൻ എങ്ങോട്ടേക്ക് പോവാനാണ്? വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റില്ല. ഇനി താൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചു നിൽക്കാണ് നിധി. സുധീഷേട്ടാ! നിധിയുടെ ആ ഒരു വിളി കേട്ട് സുധീഷ് ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ മെല്ലെ അടുത്തേക്ക് ചെന്നു. വക്കീലിനെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. സുധീഷിന്റെ മുഖം അങ്ങ് മങ്ങി. പക്ഷേ അത് ഡിവേഴ്സിനല്ല, നമ്മുടെ രജിസ്റ്റർ മാരേജിലെ കള്ളത്തരങ്ങൾ തിരുത്തിയിട്ട് എൻ്റെ സമ്മതത്തോടു കൂടി തന്നെ എൻ്റെ ആധാർ കാർഡ് വെച്ച് ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ എനിക്ക് സമ്മതമാണ്. സുധീഷിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നിധിയുടെ വാക്ക് സുധീഷിനൊട്ടും തന്നെ വിശ്വസിക്കാനായില്ല. അവൻ ഓടിച്ചെന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. സുഭാഷും സുനന്ദയും നികേഷും എല്ലാവരും കൈയടിച്ചു. ആ വീട്ടിൽ വീണ്ടും സന്തോഷത്തിന്റെ ചിരികൾ നിറഞ്ഞു. തങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.